ചരിത്രപ്രധാനമായ തീരുമാനവുമായി പാപ്പ. അംഗവൈകല്യമുള്ളവരെ വത്തിക്കാനിലെ വിവിധ ജോലി തസ്തികകളിലേക്ക് എടുക്കുവാനുള്ള തീരുമാനത്തിന് പോപ്പ് ലിയോ 14 അംഗീകാരം നൽകി. കാർഡിനൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി സേവനം ചെയ്യുന്ന കാർഡിനൽ പിയത്രോ പാരോളിൻ അടങ്ങുന്ന ഒരു വേദിയിൽ വെച്ചാണ് പാപ്പ ശാരീരിക വൈകല്യമുള്ളവരെയും വത്തിക്കാനിൽ ജോലി തസ്തികകളിലേക്ക് എടുക്കുന്നതിനുള്ള അംഗീകാരം നൽകിയത്. അംഗവൈകല്യമുള്ളവരെ വത്തിക്കാനിലെ വിവിധ ജോലി തസ്തികകളിലേക്ക് എടുക്കുവാനുള്ള തീരുമാനത്തിനാണ് പോപ്പ് ലിയോ 14 അംഗീകാരം നൽകിയത്. കർദിനാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി സേവനം ചെയ്യുന്ന കർദിനാൾ പിയത്രോ പാരോളിൻ അടങ്ങുന്ന ഒരു വേദിയിൽ വെച്ചാണ് പാപ്പ ശാരീരിക വൈകല്യമുള്ളവരെയും വത്തിക്കാനിൽ ജോലി തസ്തികകളിലേക്ക് എടുക്കുന്നതിനുള്ള അംഗീകാരം നൽകിയത്. ഇതുവഴി വത്തിക്കാനിലെ ഒട്ടുമിക്ക മേഖലകളിലും ശാരീരിക വൈകല്യമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശാരീരിക വൈകല്യം വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുവാൻ അർത്ഥികളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ള ജനറൽ റെഗുലേഷൻസ് ഓഫ് ക്യൂരിയായുടെ കണ്ടെത്തലാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് വത്തിക്കാൻ രേഖപ്പെടുത്തി. 2025 ഓഗസ്റ്റ് 4-നാണ് വത്തിക്കാൻ ഈ നിയമം നടപ്പിൽ വരുത്തിയത്. അതേസമയം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന മാതാപിതാക്കൾക്ക് മാസത്തിൽ 3 ദിവസം ശമ്പളം ലഭിക്കുന്ന അവധി ദിനങ്ങളും പാപ്പ നടപ്പിലാക്കിയിരുന്നു. തുല്യതയും നീതിയും മനുഷ്യമഹത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള മറ്റു തീരുമാനങ്ങളും പാപ്പ എടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.